ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 11 റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഡേ 11 വേക്കപ്പ് സോങ് തന്നെ ഹേ ബനാനെ സോങ്ങില്ലേ, അതാണിട്ടാണ് ആ ഒരു വേക്കപ്പ് കാർ തുടങ്ങിയ ഈ ഹേ ബനാനെ സോങ് നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോയിൽ വന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നും ഹൗസ് മേറ്റ്സ് നീല യൂണിഫോം കയ്യിലുണ്ട്, അതിട്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്. ജിസേലിൻ്റെ മേക്കപ്പിനെ പറ്റിയാണ് രാവിലെ സംസാരം തുടങ്ങിയത്. ജിസേൽ ഒനിയനോട് പറയുന്നു, എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒന്നുമില്ലെന്ന്. മേക്കപ്പ് ഐറ്റംസ് ഉണ്ടെന്നാണ് അനുമോളും ഗ്യാങ്ങളൊക്കെ അവിടെ നിന്ന് ചർച്ച ചെയ്യാൻ കരച്ചെന്ന്. അടുത്തതായി ഒരു റേസിംഗ് ബാഡ്ജിന് വേണ്ടിയുള്ള ഒരു ടാസ്കും കാര്യങ്ങളൊക്കെയാണ്. പകൽക്കൊള്ള എന്നാണ് ടാസ്കിൻ്റെ പേര്. റേസിംഗ് ബാഡ്ജ് നഷ്ടമാവുകയാണെങ്കിൽ അവരുടെ സ്യൂട്ട് കേസും കാര്യങ്ങളെല്ലാം തിരികെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിസയിൽ റേസിംഗ് ബാഡ്ജ് സ്വന്തമാക്കിയെങ്കിലും അത് സാധനങ്ങളൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതായത് ജിസേലിൻ്റെ പെട്ടി തിരിച്ചയച്ചല്ലോ, ആ ഒരു കാര്യം വെച്ച് ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു കാര്യം വെച്ച് അഭിലാഷിന് കൊണ്ടുപോയി കൊടുക്കുകയാണ് ജിസേൽ ഈ ഒരു ബാഡ്ജ്. അതുമാത്രമല്ല, ഷാനവാസും ആര്യനും ഗെയിം കളിച്ച് അത് സ്വന്തമാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ്റെ പുറത്ത് പറയാണ്, ജിസേൽ ഇപ്പം ആ ഒരു ബാഡ്ജ് കളിച്ച് സ്വന്തമാക്കിയെങ്കിൽ ജിസേലിന് ആ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളും ആ ഒരു എക്വിപ്മെൻറ്റ് മറ്റേ നമ്മുടെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണെന്നുള്ളത് മറ്റൊരു സത്യമാണ്. അനീഷും ശരത്തും വീണ്ടും തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെയും വന്നിട്ടാണെങ്കിൽ ജിസേലിൻ്റെ ആ ഒരു മേക്കപ്പിനെ പറ്റിയുള്ള ആരോപണങ്ങളും കാര്യങ്ങളും കാണിക്കുന്നു. അനുമോളെ ജിസേൽ ഷൗട്ട് ചെയ്യാണ്, മേക്കപ്പ് പ്രോഡക്റ്റ് ഉണ്ടോ എന്നുള്ള സംശയവും കാര്യങ്ങളൊക്കെ ആർക്കാണ്? അനുമോളിന്. അനുമോൾ ജിസേലിൻ്റെ സാധനം എടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന തെറ്റ് തന്നെയാണ്. ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയത്തില്ല, എന്നാലും അങ്ങനെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ഒരാളുടെ സ്പേസിൽ കയറിയിട്ട് ചെന്ന് കൂടുതൽ അങ്ങോട്ട് എൻക്വയറി ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ഒരു കോംബോ ഉണ്ടാക്കിയൊക്കെയാണ് നമ്മുടെ അനുമോളും ശൈത്യ ഒരു കോംബോ കണക്ക് ഉണ്ടാക്കിയാണ്. അനുമോൾ പിന്നെയും ആ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശൈത്യനെ പറ്റി പറഞ്ഞാൽ ശൈത്യ ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ട് ആ ഫസ്റ്റ് വീക്ക് കണ്ട ശൈത്യയില്ല, ഇപ്പോൾ ശൈത്യ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്. അനുമോൾ കരയുകയാണ്. അമ്മയും അച്ഛനെയും കാണണമെന്നും പറഞ്ഞ് അനുമോൾ അങ്ങ് വല്ലാണ്ട് കരയുന്നുണ്ട്. അടുത്തതായി മിഡ് വീക്ക് സസ്പെൻഷൻ ഒഴിവാക്കാനുള്ള ഒരു പെർഫോമിംഗ് ടാസ്ക്, കലാരൂപങ്ങളുടെ സംഗമ വേദി എന്നും പറഞ്ഞ് കളിയരങ്ങ് എന്നൊരു ടാസ്ക് അവിടെ കൊടുക്കുകയാണ്. ടാസ്കിൽ പങ്കെടുക്കേണ്ടത് മിഡ് വീക്ക് എവിക്ഷനിൽ ഉള്ളവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ അവരാണ് ഈ എവിക്ഷൻ്റെ ഭാഗമാകേണ്ടത്. അക്ബറാണ് തുടക്കമിട്ടത്. കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറഞ്ഞ സോങ് അനുമോളോടൊപ്പം പെർഫോമൻസ് ചെയ്ത് അക്ബർ തുടക്കമിടുന്നുണ്ട്. നന്നായിരുന്നു കേട്ടോ. അനുമോളും അക്ബർ നല്ലൊരു പെർഫോമൻസ് കാണിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കൺഫ്യൂഷൻ തീർക്കണമേ സോങ് എല്ലാം തീർന്ന് കഴിഞ്ഞിട്ട് അക്ബർ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അനുമോളടുത്ത്. എന്തൊരു നിൻ്റെ നോട്ടം ശരിയില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് എനിക്ക് നിന്നെ ഇപ്പം നോട്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ, അത് വൺ കോമഡി ആയിരുന്നു കേട്ടോ. പിന്നെ നിവിനും ഷാനവാസും നെക്സ്റ്റ്, ശൈത്യ നൂറ മറ്റേ കസ്തൂരി ആ സോങ് അത് നന്നായിരുന്നു കേട്ടോ. ശൈത്യ ഇപ്പോൾ വന്ന് ഫുൾ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ്. പിന്നെ ജിസേലിൻ്റെയും ആര്യൻ്റെയും പെർഫോമൻസ് തുംഹ്യോ ആ പാട്ടില്ല, ആ ഒരു പാട്ട് നന്നായിരുന്നു. പിന്നെ ഈ ഒരു ആര്യൻ്റെയും ജിസേലിൻ്റെയും ആ ഒരു പെർഫോമൻസ് സമയത്ത് ഏറ്റവും അവസാനം ആ ഒരു ജാക്കറ്റ് എടുത്ത് ഇങ്ങനെ ഇട്ട ആ ഒരു സംഭവം, ആ ഒരു റീക്രിയേറ്റിവിറ്റി സാധനം പറഞ്ഞിട്ട് അത് അട്ടാറ് സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരത്തും ബിനിയും അപ്പനിഷത്തിൻ്റെ ആ ഒരു ഏറ്റവും ഹിറ്റ് സോങ്ങായ ജിമിക്കി കമ്മൽ സോങ്ങിൽ പെർഫോമൻസ് ചെയ്യുകയുണ്ടായി. പിന്നെ ബിൻസിയും അബിയും തമ്മിൽ വീണ്ടും ആ ഒരു സോങ് തന്നെ മറ്റേ കുഹുത്തും ഹിഹോ ആ ഒരു പാട്ട് അങ്ങനെ വന്ന് ബിൻസിയുടെ ഒരു മാർഗംകളി സോങ്ങും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഈ പാട്ടിൻ്റെ പെർഫോമൻസിൻ്റെ അനുസരിച്ച് ഓരോരുത്തർക്ക് ഒരു സ്ഥാനങ്ങൾ കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ പിന്നെ നടക്കുകയുണ്ടായി. ശാരികയുടെ ടീം കൊടുത്തേക്കുന്ന പാട്ട് മാറി വേറെ ഏതോ പാട്ട് മാറിയപ്പോൾ ഒരു ഡിസ്ക്വാളിഫൈ ആക്കുന്ന ഈ ഒരു ടാസ്കിനകത്ത് നിന്ന്. പിന്നെ ശൈത്യം കരുന്നുണ്ട്, സ്ഥാനങ്ങൾ കൊടുത്ത ആ ഒരു സംഭവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നും പറഞ്ഞ് ശൈത്യ ഇരുന്ന് കരയുന്നുണ്ട്. ജിസേലിൻ്റെ ആ ഒരു ഫേസ് ക്രീമും കണ്ടുപിടിച്ച് അനുമോള് ആര്യനെ പോയി ചോദ്യം ചെയ്യുന്നുണ്ട്. ആര്യൻ്റെ ബാഗിൽ നിന്നാണിത് കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചു മാറ്റിയെന്നാണ് ആര്യൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഈ അനുമോള് ഈ ഒരു കാര്യങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഫോക്കസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ അടിച്ചു മാറ്റി അങ്ങനെയാ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അടുത്തത് അനുമോളുടെ ഒരു ആരോപണമാണ്, ഈ ജിസേലിൻ്റെ പുറകെ ഇവിടുത്തെ ആണുങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ആണുങ്ങളെല്ലാം കൂടെ അങ്ങ് പുറകെ പോകുന്ന കാര്യങ്ങൾ അബീനെ ഒഴിച്ചാണ് ബാക്കിയെല്ലാവരും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അഭിലാഷിനെ ഒഴിച്ചാണ് ബാക്കിയെല്ലാവരും പറ്റി ഒരു ആരോപണം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ടാസ്ക് ലാസ്റ്റായിട്ടുള്ള ടാസ്ക്കാണ്. മിഡ് വീക്ക് സസ്പെൻഷനിലെ ലാസ്റ്റ് ടാസ്ക്കാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണ് ആ ഒരു ടാസ്കിൻ്റെ കാര്യം.
ഇത് അനീഷാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, അനീഷാണ് ഇത് തുടക്കം ഇട്ട് വയ്ക്കുന്നത്. ഷാരികയും ഒണിയലും ഈ ഒരു ടാസ്കിൻ്റെയും മാർക്കിൻ്റെയും കാര്യത്തിനൊക്കെ വന്നിട്ട് ഈ ഷാരികയും ഒണിയലും പുറത്തായി പോയേക്കാണ് ഇവിടുത്തെ. അത് ഡെഡ് സോണിലേക്ക് പോയി, അവർ മെയിൻ ഡോർ വഴി പുറത്തിറങ്ങി അങ്ങ് പോയി. ഇനി അവരുടെ കാര്യം എന്തെന്നറിയത്തില്ല. അനുമോൾ ശൈത്യ എന്തായാലും ഒരു ടീം വർക്കായിട്ട് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അനുമോളെ ചോദ്യം ചെയ്ത് ശരത്ത്, അതായത് ഇത്രയും നാൾ അനീഷിനെതിരെ സംസാരിച്ചിട്ട് ഒറ്റ നിമിഷം കൊണ്ട് അനുമോളിപ്പം അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ആരോപണം പോലെയാണ്, ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ഒരു ശരത്ത് അനുമോൾക്കെതിരെ ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കഥ പറഞ്ഞ ആ ഒരു ടാസ്ക് ബിൻസിയാണ് കഥ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആദില കഥ പറയുന്നു. അവരുടെ ഫാമിലി കാര്യങ്ങളെല്ലാം ലൈഫ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെയാണ് ഈ ഒരു ആദിലയും ബിൻസിയും പെർഫോം ചെയ്തിരുന്നത്. പിന്നെ ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ മറ്റേ ഒരു കിച്ചണിൽ നിന്നിട്ട് നമ്മുടെ അക്ബർ, ശരത്ത്, അനീഷ്, റെന, ബിൻസി മറ്റേ തെക്ക് തെക്ക് തെക്കേ പാടുന്ന മറ്റേ 7 പുന്നിത്തരങ്ങൾ സിനിമയിലെ പാട്ട് പാടി എപ്പിസോഡ് ക്ലോസ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ 7ൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ടേ എവിടെ 7ൻ്റെ പണി? ഈ ടാസ്കുകളൊക്കെ സ്ഥിരം ക്ലീശയാണല്ലോ. ഒരു രീതിക്ക് ഒരു ഇമ്പാക്റ്റുള്ള ഒരു സംഭവം കാണില്ലേ. കുറേ നാളായിട്ട് അവരുടെ ഒരു ബാഗും ഡ്രസ്സും എടുത്ത് ആ പണിപ്പുരയെ കൊണ്ട് വെച്ച് നല്ലതാണ്. പിന്നെ ഇവിടെ എന്ത് പെർഫെക്റ്റ് ടാസ്കുകളാണ് കൊടുക്കുന്നത് എനിക്ക് അറിയാൻ വയ്യ. 7ൻ്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ടൊരു 5ൻ്റെ പണിയെങ്കിലും കൊടുത്തുകൂടെ അവർക്കും? ഇത് ഒട്ടും ഒരു ടാസ്ക് ഒന്നും അത്ര സ്ട്രോങ് ആയിട്ട് വരുന്നില്ല എന്നുള്ള കാര്യം മാത്രമേ പറയാവുള്ളൂ. ഇതാണ് ഡേ 11ൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ പറയാനായിട്ട്.